بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا പീസ് റേഡിയോ സ്വാതന്ത്ര്യദിന പ്രോഗ്രാമുകളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിന്റെ സംപ്രേഷണമാണ് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൽ നാം കേൾക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റിന് നേതൃത്വം നൽകിയത് മൂസ പി ജൗഹർ ഒഴികൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് സ്വാതന്ത്ര്യദിന സ്പെഷ്യൽ പ്രസംഗ മത്സരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മളോട് കുറച്ച് കൂട്ടുകാർ ചില സംസാരങ്ങളുമായിട്ടാണ് വരുന്നത്. നമുക്കതിൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം ശ്രോതാക്കളോടായിട്ട് പറയുന്നത്, നമ്മുടെ വ്യത്യസ്തങ്ങളായ പ്രായത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും മേലെ +2 ലെവലിൽ നിന്ന് താഴേക്ക് വരികയാണെങ്കിൽ അൽഫിത്ര ലെവൽ 1, 2 വരെയുള്ള കുട്ടികൾ വരെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ വേണം നമ്മൾ ഇവരുടെ സംസാരങ്ങളെ കാണാൻ എന്നുള്ളതാണ്. നമ്മൾ ഓരോ കുട്ടികളുടെ പേരും അവരുടെ പ്രായവും ഒക്കെ പ്രത്യേകം പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചില ശ്രോതാക്കൾക്ക്, പീസ് റേഡിയോയുടെ ശ്രോതാക്കളിൽ അങ്ങനെ ഉണ്ടാവില്ല. ഒരു പുറമേയുള്ള ഒരു ശ്രോതാവിൻ്റെ മനസ്സിൽ ഇതൊക്കെ എന്ത് പ്രോഗ്രാമാണ്, ഒരു രസമില്ലാത്ത ഇതെന്താണ് ഇത്രയും ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയിപ്പിച്ച്, അങ്ങനെ ഒരു ചിന്തയൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്കുണ്ടാകേണ്ട വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് പീസ് റേഡിയോ നടത്തുന്ന പ്രത്യേക പരിപാടികളാണ് ശരിക്കും ഈ ഒരു കുട്ടികളുടെ ഒരു അവസരമാണ്, കുട്ടികൾക്കുള്ള അവസരമാണ് ഇത്. പല കുട്ടികളുണ്ടാവും. ഇപ്പോൾ കുറച്ചധികം, ഇപ്പോൾ ഒരു 500-ന് മേലെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ എന്ന് വിചാരിക്കാം നമ്മൾ. അപ്പോൾ ഒരു പ്രസംഗ മത്സരം സംഘടിപ്പിച്ചാൽ എത്ര കുട്ടികൾക്ക് പങ്കെടുക്കാൻ പറ്റും? അതിൽ പരിമിതികളുണ്ട്, സ്കൂളിന് പരിമിതികളുണ്ട്. പക്ഷേ നമ്മൾ റേഡിയോയിൽ അതിന് പരിമിതി ഇല്ല എന്നുള്ളതാണ്. ആർക്കും ഏത് പ്രോഗ്രാമിനും പങ്കെടുക്കാം. അവരുടെ വോയിസ് ലക്ഷങ്ങൾ കേൾക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എയർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരുപാട് അതും തന്നെ നമ്മുടെ ലോകത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് അയച്ചാലും അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് പീസ് റേഡിയോയുടെ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളുടെ പ്രത്യേകത. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരം സ്പെഷ്യൽ സ്പീച്ച് കോമ്പറ്റീഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളിലേക്ക് എത്തുന്നത് അംന നാസിം കേട്ടി. അംന നാസിം കേട്ടി 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നിർമ്മല UP സ്കൂൾ ചമ്മൽ, എനിക്ക് തോന്നുന്നത് താമരശ്ശേരിക്കടുത്ത് ചമ്മലിൽ നിർമ്മല UP സ്കൂൾ വിദ്യാർത്ഥിനിയായ അംന നാസിം കേട്ടി ഒരു മലയാളം സ്പീച്ചുമായിട്ടാണ് ഈ എപ്പിസോഡിൽ നമ്മളിലേക്ക് എത്തുന്നത്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണല്ലേ? അതെ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, ആദരണീയരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നമുക്കേവർക്കും അഭിമാനമായ നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അതിന്റെ ഓർമ്മകൾ അയവിറക്കാനും ആതിര ചരിത്രം ഓർക്കാനും വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ എത്തിച്ചേർന്നത്. നിരവധി നാട്ടുരാജാക്കന്മാരുടെ ഭരണത്തിൽ കീഴിലായിരുന്ന നമ്മുടെ ഭാരതം, അവിടേക്ക് ആദ്യമായി വിദേശികൾ എത്താൻ തുടങ്ങിയത് 1498 നമ്മുടെ കോഴിക്കോടിൽ ഭരിച്ചിരുന്ന സാമൂതിരി രാജാവ് അവരെ അതിഥികളായി സ്വീകരിച്ചു. പക്ഷേ അതിനുശേഷം ആ ഓരോ വിദേശ രാജ്യത്തിൽ നിന്നും വന്നെത്തിയവർ നാട്ടുരാജാക്കന്മാരെ കീഴ്പ്പെടുത്തുകയും നമ്മുടെ അവിഭക്ത ഭാരതം മുഴുവൻ അവരുടെ ഭരണത്തിൽ കീഴിലായിരുന്നു. കാലങ്ങൾ കഴിയവേ ഓരോ ഭാരതീയനും ഇതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അതിനെതിരെ ശബ്ദമുയർത്താൻ തുടങ്ങുകയും ചിപ്പായി ലഹള എന്ന പേരിൽ ബ്രിട്ടീഷുകാർ ഇത് തള്ളിയ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ ആക്കിക്കൊണ്ട് 90 വർഷത്തോളം നമ്മുടെ രാജ്യം വീണ്ടെടുക്കാനായി സമരരംഗത്ത് ഉറച്ചുനിന്ന നേതാക്കളും അവരുടെ പിന്നിൽ അണിനിരന്നു കൊണ്ട് സമരത്തിലേർക്കപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് ആ ചരിത്രം 1947 ആഗസ്റ്റ് 15 നമുക്ക് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ലഭിക്കുന്നതുവരെ നീണ്ടുകിടക്കുന്നു. അദ്ദേഹത്തിനോടൊപ്പം പണ്ഡിതറ്റ് ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവർ മുൻപത്തിയിലുണ്ടായിരുന്നു. അതിനു മുമ്പേ തന്നെ ഇപ്രകാരം സമരത്തിനും നേതൃത്വം നൽകിയ ദാദാഭായ് നമറോയ്, സർദാർ പട്ടേൽ, റാണി ലക്ഷ്മിബാബ്, ബാലഗംഗാധര തിലകൻ, ഗോഖലെ, ഭഗത് സിംഗ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, പഴശ്ശിരാജ അവരെ ഞാൻ ഹൃദയത്തിൽ എന്നെന്നും ഓർക്കേണ്ടവരാണ്. അവരെയെല്ലാം ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. മാഷാ അല്ലാഹ്.
അംന നാസിം വളരെ നന്നായിട്ട് തന്നെ അവരുടെ ഒരു മലയാളം സ്പീച്ച് പൂർത്തീകരിച്ചു. നമുക്കറിയാം, സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരത്തിൽ പീസ് റേഡിയോ നൽകിയിരുന്ന വിഷയം സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മയും ചരിത്രവും എന്നതായിരുന്നു. അതിനെ അധികരിച്ചുകൊണ്ട് തന്നെയാണ് എപ്പിസോഡിൽ നമ്മൾ അവർ കേട്ട പ്രസംഗം വന്നത് എന്നുള്ളത് വളരെ മനോഹരമാക്കുന്നുണ്ട് ആ ഒരു സംസാരത്തെ. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഓർമ്മിപ്പിച്ചിരുന്നു, ഈ പ്രാസംഗികർക്ക് അവർ ശ്രദ്ധിക്കേണ്ട, പ്രത്യേകിച്ച് കുട്ടികൾ പഠിച്ചു വരികയാണല്ലോ, ആ സമയത്ത് അവർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് അക്ഷരസ്ഫുടത നമ്മൾ പറഞ്ഞിരുന്നു. മറ്റൊന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സംഗതിയാണ് വായന എന്നുള്ളത്. ഈ പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വായനയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ചിലപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിത് കാണാതൊക്കെ പഠിച്ച് അങ്ങനെയായിരിക്കും. ഒന്നുകിൽ നമ്മൾ സ്വന്തം എഴുതി ഉണ്ടാക്കി, അല്ലെങ്കിൽ ടീച്ചേഴ്സ് രക്ഷിതാക്കൾക്ക് എഴുതി കൊടുത്ത സാധനം കാണാതെ പഠിച്ച് അങ്ങനെ പറയുന്നൊരു ശൈലിയായിരിക്കും. എന്നൊരു പ്രസംഗ മത്സരത്തിന് പോകുമ്പോൾ നമ്മൾക്ക് സ്പോട്ടിൽ വിഷയം തരികയാണ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് പറയാം. അപ്പോൾ ചില പോയിന്റുകൾ നമ്മുടെ മനസ്സിലേക്ക് വരണമെങ്കിൽ മുന്നറിവ് നമുക്ക് വേണം. ഈ മുന്നറിവ് ഉണ്ടാക്കാനുള്ള സാധനമാണ് വായന, പ്രത്യേകിച്ച് പത്രവായന. അതിൻ്റെ ആ എഡിറ്റോറിയൽ പേജ്, ആർക്കും ഇഷ്ടമില്ലാത്തൊരു പേജാണ് എഡിറ്റോറിയൽ പേജ്. അപ്പോൾ അതിനാണ് ഒരു എന്താ പറയുക, ഏതൊരു വിഷയവുമായി ആധികാരികമായ അറിവ് കിട്ടുക അങ്ങനത്തെ പേജുകളിൽ നിന്നാണ്. അതുപോലെ തന്നെ നോവലുകൾ വായിക്കുക, കവിതകൾ വായിക്കുക, അതൊക്കെ നമുക്ക് സ്ട്രൈക്ക് ചെയ്ത കവിതയുടെ വരികളൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് വെക്കുക, അത് ഈ പ്രസംഗത്തിൽ ഉപയോഗിക്കുക. താങ്കൾ പറയുന്ന പോലെ തന്നെയാണ് പത്രവായന നമുക്ക് ഒരുപാട് ജനറൽ നോളജ് തരും. അതെ, പൊതുകാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ പത്രം വായിക്കണം. അതല്ല, പൊതുകാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ഈ വാക്കുകൾക്ക് നമുക്ക് ക്ഷാമല്ലാതാവണമെങ്കിൽ പത്രവായന നിർബന്ധമാണ്. അത് ഈ പ്രാസംഗികർക്ക് മാത്രമല്ല, പഠിക്കുന്ന എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു എന്നൊരു ബോധ്യമുണ്ടാവാൻ പത്രവായന നിർബന്ധമാണ്. ഏതായാലും അമ്നയുടെ സംസാരം വളരെ മനോഹരമായിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു കൂട്ടുകാരിലേക്ക് പോകാം. ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. സലഫി മദ്രസ തോട്ടശ്ശേരിയറ, അവിടെ 4ാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് അയാന കെ വി. അയാന കെ വിയുടെ സംസാരം ഒന്ന് കേട്ടിട്ട് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. Respected teachers and my dear friends, Assalamu alaikum wa rahmatullahi wa barakatuh. Today I feel proud to stand before you and speak about the memory and history of independence. A star written with courage, sacrifice and the dream of freedom. India's journey to independence was not easy for more than 200 years. We lived under British rule. Our freedom fighters like Mahatma Gandhi, Jawaharlal Nehru, Bhagat Singh, Subhash Chandra Bose and many others gave up their comfort and even their lives just so that we can live in a free and independent nation. August 15, 1947 is not just a date, it's a memory of our struggle and a reminder of how important freedom is. The pain of partition, the joy of freedom and the unity of our powerful history. We must never forget the sacrifice of our heroes. They didn't fight for themselves, they fought for us, the future generation. Today we enjoy our rights, we go to school, we speak freely, all because of their bravery. So, let us remember their stories and respect their memory by being responsible citizens. Let us work hard, stay united and make India stronger every day. Jai Hind. Assalamu alaikum wa rahmatullahi wa barakatuh. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അയാന വളരെ മനോഹരമായിട്ട് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, ഇംഗ്ലീഷിൻ്റെ സ്ഫുടത എന്നുള്ളത് അയാനയുടെ സംസാരത്തിലുണ്ട്. ശരിക്കും നമ്മൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, ഒരു വേറൊരു ശൈലിയാണ് നമ്മൾക്ക്. സാധാരണ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്ന ഒരു രൂപമേ അല്ല, ആ പ്രൊനൗൺസിയേഷൻ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നമ്മുടെ അയാന സംസാരിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെ ഉഷാറായി അവതരിപ്പിച്ചു. നമുക്ക് അടുത്തൊരു കൂട്ടുകാരി ആരാണെന്ന് നോക്കാം. ഫ്രീഡം വിത്ത് പീസ് സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരത്തിൽ ഇനി മറിയം ബിൻത്ത് യാസിർ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. AHM ഹയർ സെക്കൻഡറി GHS സ്കൂൾ കോക്കൂർ. മലയാള പ്രസംഗമാണ് നമുക്കിനി കേൾക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എൻ്റെ പേര് മറിയം ബിൻത്ത് യാസിർ. AHM GHSS കോക്കൂർ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്വാതന്ത്ര്യം തന്നെ ജീവിതം, സ്വാതന്ത്ര്യം തന്നെ അമൃതം. പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം.
കുമാരനാശാന്റെ ഈ 4 വരികളിൽ അറിയാം സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറയ്ക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. അതെ, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ 78ാം സ്വാതന്ത്ര്യം നാം ആഘോഷിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യ മോചനം നേടിയ ദിവസം 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിലാണ് ഭാരതം സ്വതന്ത്രമായത്. സ്വാതന്ത്ര്യത്തിന്റെ ഈ സൂര്യോദയത്തെ ഓഗസ്റ്റ് 15 അനുസ്മരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിലൂടെ 200 വർഷക്കാലം ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു. 1498 പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡി ഗാമ കേരളത്തിൽ കോഴിക്കോട് കാപ്പാട് വന്ന് കപ്പൽ ഇറങ്ങിയതിനു ശേഷം ഇവിടെയുള്ള സുഗന്ധ വ്യഞ്ജന സമ്പത്തിനെ കുറിച്ച് അറിവ് കിട്ടിയ യൂറോപ്യന്മാർ ധാരാളമായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയും തുടർന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കുകയും ഇവിടെ ഭരണാധികാരികളായി മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1757 ബംഗാളിലെ നവാബിനെ പ്ലാസി യുദ്ധത്തിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ രാഷ്ട്രീയ രംഗത്തേക്ക് കടക്കുന്നത്. തുടർന്ന് പല നാട്ടുരാജ്യങ്ങളായി സന്ധിയിൽ ഏർപ്പെടുകയും അവരെ സഹായിക്കുന്നതിന് പകരമായി വലിയ കപ്പം വാങ്ങിയും ഭീഷണിപ്പെടുത്തിയും യുദ്ധം ചെയ്തും എല്ലാം ഓരോരോ നാട്ടുരാജ്യങ്ങളെ അവരുടെ കാൽക്കീഴിലാക്കി. എന്നാൽ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ ബോധത്തെ ഹനിക്കുവാൻ അവരുടെ ഒരു പ്രയത്നത്തിനും സാധിച്ചില്ല. അതിന്റെ ഭാഗമായി 1857 ഒരു വലിയ കലാപം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാർ നടത്തി. അതാണ് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. തുടർന്നുള്ള കലാപങ്ങൾക്കും സമരങ്ങൾക്കും ത്യാഗങ്ങൾക്കുമൊടുവിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ നമ്മുടെ മഹാന്മാർ സ്വപ്നം കണ്ട ഇന്ത്യയാണോ? പുരോഗതിയുടെ പാതകൾ മുന്നേറുമ്പോൾ മറുഭാഗത്ത് അടിച്ചമർത്തലിനും അടിമത്തത്തിനും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. മഹാരാഷ്ട്രയിലെ കർഷകർ 3 മാസത്തിനിടയിൽ ആത്മഹത്യ ചെയ്തത് 767 പേർ. ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ സ്വന്തം മണ്ണിൽ ജനിച്ചു വീണവർക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ നാട് കടത്തുന്നു. ഇതാണോ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യ? ഇതാണോ ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ട ഇന്ത്യ? ഇതാണോ ഭഗത് സിംഗ് സ്വപ്നം കണ്ട ഇന്ത്യ? ഇഷ്ടമുള്ളതെന്തും ചെയ്യാനുള്ളതല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭരണകാലം അത് ഉമറിന്റെ ഭരണകാലമാണെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി. അതെ, അങ്ങനെയൊരു ഭരണകാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാം, അനുസ്മരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറിയം ബിൻത് യാസിർ വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു പ്രസംഗം പൂർത്തീകരിച്ചു. അതെ, മറിയം ബിൻതിൻ്റെ ഒരു സംസാരം ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അവൾ ബ്രിട്ടീഷുകാരല്ല, അതിനു മുമ്പ് പോർച്ചുഗീസുകാരുടെ വരവിനെ കൂടെ അനുസ്മരിച്ചതാണ്. അതെ, അപ്പോൾ ചില പേരുകൾ ഫേമസ് ആവാൻ ചില കാരണങ്ങളുണ്ടാവും. അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് കാപ്പാട്. അന്ന് വാസ്കോ ഡി ഗാമ കപ്പലിറങ്ങിയത് കൊണ്ട് ആ പ്രദേശം കേരളത്തിൽ മൊത്തം ഫേമസ് ആയി. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഈ പിണറായി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് അല്ലേ? അങ്ങനെ ചില ആളുകൾ അങ്ങനെയാണല്ലോ. വൈക്കം മുഹമ്മദ് ബഷീർ, വൈക്കം ഫേമസ് ആയി അദ്ദേഹത്തിലൂടെ. അങ്ങനെ ചില ആളുകളിലൂടെയൊക്കെ ചില പേരുകൾ ഫേമസ് ആവാറുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് കാപ്പാട്. പിന്നെ മറിയമ്മിൻ്റെ സംസാരത്തിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ചില ആശങ്കകൾ പങ്കുവെച്ചു എന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അവരുടെ സംസാരത്തിൽ വന്നു എന്നുള്ളതാണ്. മഹാത്മാഗാന്ധി, നെഹ്റു ഒക്കെ സ്വപ്നം കണ്ട ഇന്ത്യ തന്നെയാണോ ഇന്ന് നിലവിലുള്ളത് എന്നുള്ളതൊക്കെ ചില ആശങ്കകൾ അവൾ പങ്കുവെച്ചത്. ചില ചോദ്യങ്ങൾ കൂടി നമ്മോട് ചോദിച്ചുകൊണ്ടാണ് ആ ഒരു പ്രസംഗം പൂർത്തീകരിച്ച് പോയത്. ശരിക്കും ഒരു പ്രസംഗമാകുമ്പോൾ ഒരു വിഷയത്തിൻ്റെ എല്ലാ സൈഡും ടച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു എല്ലാ തലങ്ങളെയും ഉൾപ്പെടുത്തിയെന്നാണ്. അതൊരു പ്രത്യേകതയാണ് പ്രസംഗത്തിൻ്റെ. ഏതായാലും 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, വളരെ മനോഹരമായിട്ട് അവൾ ആ കാര്യം കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് അടുത്ത ഒരു ആളെ നോക്കാം. അബൂദർ സാദിഖ് അല്ലേ? അബൂദർ സാദിഖിൻ്റെ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ്. 2ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ്. 2nd സ്റ്റാൻഡേർഡ് ശ്രീ ഗുജറാത്തി സ്കൂളിൽ. എനിക്ക് തോന്നുന്നു എറണാകുളം ആണ് സ്കൂളിൻ്റെ. എറണാകുളമാണ് സ്ഥലം തോന്നുന്നു, പ്രത്യേകിച്ച് കൊടുത്തു കാണല്ലോ. ഓക്കെ, എന്തായാലും നമുക്ക് അബൂദർ സാദിഖിൻ്റെ ഇംഗ്ലീഷ് സ്പീച്ച് കേൾക്കാം. 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അതെ, അതാണ് പ്രത്യേകത. യെസ്, ശ്രദ്ധിക്കാം നമുക്ക്. Assalamu alaikum wa rahmatullah. Today I am going to speak on Independence Day.
Wish you all a very happy Independence Day. Independence Day is celebrated on 15th August of every year. It is national festival of India. On this day, Prime Minister hoists the national flag on Red Fort. This day teaches us about the power of unity among Indians. Many great leaders like Mahatma Gandhi, Bhagat Singh, and so on sacrificed their lives during the struggle. It is very proud moment for our country. Jai Hind. മാഷാ അല്ലാ, ഒരു 2ാം ക്ലാസ്സുകാരൻ്റെ ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അതെ, എന്താ പറയുക, പിന്നെ 2ാം ക്ലാസ്സിലാണെങ്കിലും അവനത് പരമാവധി വളരെ മനോഹരമാക്കിയിട്ട് തന്നെ നമ്മോടത് അവതരിപ്പിക്കുകയുണ്ടായി. ഈ അബൂദർ എന്നുള്ളത് ഒരു ഒരു സ്പെഷ്യൽ പേരായിട്ട് എനിക്ക് തോന്നി. സ്വഹാബിയുടെ ഒക്കെ ഒരു അല്ലേ, അങ്ങനെ ഒരു ഒരു മനോഹരമായ പേര് തന്നെയാണ് അവൻ്റെ പേര്. ഏതായിരുന്നാലും വളരെ മനോഹരമായി നമുക്ക് അടുത്ത ഒരു കൂട്ടുകാരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു മലയാളം പ്രസംഗവുമായിട്ട് GHS ചേരിയം സ്കൂളിൽ നിന്ന് സമീഹ ടി ആണ്, 9th വിദ്യാർത്ഥിനിയാണ്. മലയാളം സ്പീച്ചുമായിട്ട് ഈ ഒരു പ്രസംഗ മത്സരത്തിൽ നമ്മോടൊപ്പം ഇനി ചേരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സമീഹ, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. GHS ചേരിയം സ്കൂളിൽ പഠിക്കുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 2 നൂറ്റാണ്ടുകാലത്തെ കിരാതഭരണത്തിനെതിരെയുള്ള സ്വൈരവിഹീനമായ സായുധ അഹിംസാ സമരങ്ങളുടെ ഫലമായി 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി 12 മണിക്ക് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യയിൽ നിന്നും അസ്തമിച്ചു. അതായത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1757 ജൂൺ 23 ഭാഗീരഥി നദിയുടെ തീരത്തുള്ള പാലാശിയിൽ വെച്ച് ബംഗാൾ നവാബിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഫ്രഞ്ച് സഖ്യ കക്ഷികളുടെയും മേൽ നേടിയ നിർണായക വിജയത്തോടെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ അധികാരത്തിന് നമ്മുടെ ഇന്ത്യയിൽ അടിത്തറ പാകിയത്. മാന്യതയുടെ വാണിജ്യ സംസ്കാരം പയറ്റിയിരുന്ന അറബികളെ പരിചയിച്ച ഇന്ത്യക്കാർക്ക് ബ്രിട്ടൻ്റെ ക്രൂരതയുടെ കച്ചവട സിദ്ധാന്തം വേദനാജനകമായിരുന്നു. നവറോജിയുടെ ട്രെയിൻ തിയറി അനുസരിച്ച് 1765 മുതൽ 1938 വരെയുള്ള കാലയളവിനുള്ളിൽ മാത്രം ബ്രിട്ടൻ $45 ട്രില്യൺ ഇന്ത്യയിൽ നിന്നും ചോർത്തി. 1-2 എന്ന തോതിൽ എണ്ണുകയാണെങ്കിൽ 14,26,500 വർഷം വേണ്ടിവരും 45 ട്രില്യൺ എണ്ണിത്തീരാൻ. പല ക്രൂരതകൾക്കെതിരെയും ചോര നീരാക്കിക്കൊണ്ട് നമ്മുടെ പൂർവികർ നേടിയെടുത്തതാണ് നമ്മുടെ സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധി അഹിംസയിലൂടെ അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തിയപ്പോൾ തലകുനിക്കാതെയുള്ള സായുധ സമരത്തിലൂടെ സുഭാഷ് ചന്ദ്രബോസും മൗലാന അബുൽ കലാം ആസാദും നെഹ്റുവും ചന്ദ്രശേഖർ ആസാദും സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു. കേരളവർമ്മ പഴശ്ശിരാജയും വാരിയൻ കുന്നത്ത് കുഞ്ഞി മുഹമ്മദ് ഹാജിയും വിദേശികളെ നേരിട്ട വീരപ്പുലികളായിരുന്നുവെങ്കിൽ അറബിക്കടലിലെ സിംഹമായിരുന്നു സാമൂതിരിയുടെ കുഞ്ഞാലിമരക്കാർ. സ്വന്തം ജന്മഭൂമിയെ ജീവനേക്കാൾ സ്നേഹിച്ചവരായിരുന്നു അവർ. പകർത്താനുണ്ട് ഒരുപാട് അവരിൽ നിന്നും. സ്വാതന്ത്ര്യസമര നേതാക്കന്മാരെയും സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തെയും മറന്നു തുടങ്ങിയാൽ അത് രാഷ്ട്രത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ചയുടെ തുടക്കമായിരിക്കും. അതുകൊണ്ട് മറക്കാതിരിക്കുക, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുക, നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുക. ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. സമീഹയുടെ സംസാരം ഉഷാറായിട്ടുണ്ട്. നമുക്ക് മലപ്പുറം ജില്ലയിലെ മങ്കടം ചേരിയം GHS സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സമീഹ ടി. അവർ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കാലികമായ ഒരു പ്രസക്തിയെ കൂടെ ഉൾപ്പെടുത്തി കേരളത്തിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകളെയൊക്കെ അനുസ്മരിച്ചു കൊണ്ടാണ് ഈ ഒരു പ്രസംഗം പൂർത്തീകരിച്ചത്. അതെ, നമുക്ക് അടുത്ത ഒരു കൂട്ടുകാരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഷഹനാസ് KS. അവളെ MKN
MKN MHSS കുമരമംഗലം ഇടുക്കി തൊടുപുഴ അതെ, സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഷഹനാസ് KS. ഇംഗ്ലീഷ് പ്രസംഗമാണ്, നമുക്കൊന്ന് കേൾക്കാം. Assalamu alaikum wa rahmatullahi wa barakatuhu. Ladies and gentlemen, esteemed guests and fellow citizens, today we gather to commemorate a momentous occasion in our nation's history, Independence Day, August 15, 1947, marked the day when India finally broke free from the shackles of colonial rule and emerged as a sovereign nation. A long time ago, India was ruled by the British. Our country was under their control and we didn't have the freedom to make our own decisions. But many brave men and women from different communities, including Muslim, Hindu, Sikh and others, fight for our country's independence. As we reflect on the memory of our independence, we pay tribute to the countless freedom fighters who sacrificed their lives, their comfort and everything for the sake of our nation's freedom. From Mahatma Gandhi's non-violent resistance to Bhagat Singh's bravery, from Netaji Subhash Chandra Bose's unwavering determination to Rani Lakshmibai's valor. Each one of them played a pivotal role in the shaping our nation's destiny. As I stand here today, I am reminded of the quiet moments that defined our struggle for independence. The countless nights spent in prison, the letters written in secret, the whispers of rebellion in hushed tones. All these moments culminated in the freedom we enjoy today. And we know that we will not be silent. We will continue to speak out of our rights for our freedom and for our nation's progress. The history of our independence is a testament to the power of collective action, perseverance and sacrifice. It reminds us that freedom is not a gift but a hard-won right that requires constant nurturing and protection. The time for change is now. Let us seize this moment to build a nation that is just, equitable and prosperous for all. Just as Prophet Muhammad Nabi Sallallahu Alaihi Wasallam said, the best of people are those who are most beneficial to others. Our freedom fighters were indeed the best of people who fought for the freedom and right of their fellow citizens. As we reflect on the memory of our independence, we are reminded on the struggles and sacrifices made by our ancestors. Just as the Prophet Ibrahim alayhi salam stood firm in the face of adversity. Let us rise up and demand our rights. Let us rise up and build a nation that is worthy of our freedom fighters' sacrifices. Let us honor their memory by creating a brighter future for ourselves and for generations to come. Let us remember the sacrifices of our past, cherish the freedoms we enjoy today, and work towards a brighter future for our nation. Wa alaikum salam. May peace be upon you all. May Allah guide us on the right path. Ameen. Birahmatika ya arhamar rahimin. Assalamu alaikum wa rahmatullahi wa barakatuh. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MKN MHSS കുമരമംഗലം ഇടുക്കി യിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഷഹനാസ് KSൻ്റെ വളരെ ഭംഗിയായ മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ കേട്ടത്. എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോലെ തന്നെ ഈ ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞത് ചില സമയങ്ങളിൽ ഇതുപോലെ ആളുകളുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലക്കാൻ പറ്റുന്ന ഒരു കലയാണ് ശരിക്കും അല്ലേ. അത് എഴുത്തിലൂടെ ചെയ്യുന്ന ആളുകളുണ്ട്, പ്രസംഗത്തിലൂടെ ചെയ്യുന്നവരുണ്ട്. ഇപ്പം നമുക്കൊരു സോൾജിയർ ഒരു നേരിട്ട് യുദ്ധം ചെയ്യുന്ന പോലെയാണ് ചില പ്രസംഗങ്ങൾ ആളുകളിൽ സ്വാധീനം ചെലുത്തുക. ചില ഈ ഒരു സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ചില ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് അതിനെ എന്താ പറയുക മോട്ടിവേറ്റഡ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിലേക്ക് വന്ന ആളുകളുണ്ട്. അതുപോലെ ചില ഭരണാധികാരികൾക്കെതിരെ പ്രസംഗിക്കുമ്പോൾ അവരെ തിരുത്താനൊക്കെ ചില പ്രസംഗങ്ങൾക്ക് കഴിയാറുണ്ട്. അതെ, നമുക്ക് ഈ സംസാരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായന വേണം, മറ്റൊന്ന് സ്ഫുടത വേണം, മറ്റൊന്നാണ് ഒരു തുടക്കവും ഒടുക്കവും വേണം. ശരിക്ക് ഒരു പ്രസംഗത്തിന് ഒരു വളരെ സാവധാനം തുടങ്ങി അതിൻ്റെ ഒരു പീക്ക് ലെവലിലെത്തി പിന്നെ അവസാനിപ്പിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സൗണ്ട് ഒന്ന് സൗണ്ട് മോഡുലേഷൻ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ എന്താ പറയുക, ഗൗരവത്തിനനുസരിച്ച് സൗണ്ട് കൂട്ടണം, അതിനനുസരിച്ച് സൗണ്ട് കുറക്കുക. ഈ സൗണ്ട് മോഡുലേഷൻ ഇല്ലാത്തൊരു സംസാരം ഒരു ശക്തമായ മഴ പെയ്ത് പെട്ടെന്ന് തോർന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക.
അതുണ്ടാവാൻ പാടില്ല. ഒരു ഉയർച്ച താഴ്ച ഉയർച്ച താഴ്ച ഇങ്ങനെ ഒരു സംസാരമാണ് ശരിക്കും പ്രസംഗത്തിൽ വേണ്ടത്. അത് എല്ലാവരും മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ടിപ്സ് നമ്പർ 3 ആണത്. സൗണ്ട് മോഡുലേഷൻ പ്രധാനമാണ്. വായന, സ്ഫുടത, ഈ ഒരു കാര്യമാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാ ഫ്രീഡം വിത്ത് പീസ് നമ്മുടെ സ്വാതന്ത്ര്യദിന പ്രസംഗ മത്സരം തുടരുന്നു. ഇനി ഈ ഒരു എപ്പിസോഡിൽ ഐസ ഫാത്തിമ PC MSMHSS കലിങ്കൽപ്പറമ്പ് അതെ കല്ലിങ്ങൽപ്പറമ്പ് SMHSSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐസ ഫാത്തിമ PC ആണ് ഇനിയൊരു മലയാളം പ്രസംഗവുമായിട്ട് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെ ചേരുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ആഗസ്റ്റ് 15. 1947 ആഗസ്റ്റ് 15 ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അനന്തവിഹാരത്തിലേക്ക് പറന്നുയർന്ന ദിനം, ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം. ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള കൂറും സ്നേഹവും നമ്മിൽ പ്രകടമാകുന്നു. നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേകം പുണ്യാത്മാക്കളുടെ കഠിനാധ്വാനത്തിന്റെ ജീവിത ത്യാഗത്തിന്റെ ഫലമാണത്. നാം ഒരിക്കലും വിസ്മരിക്കരുത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും ഓർമ്മകൾക്ക് മുൻപിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. 1947 നിന്നും 2025 എത്തിയപ്പോൾ ഇന്ത്യ വളർച്ചയുടെ പടവുകൾ ചവിട്ടുകയാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, വിദ്യാഭ്യാസം, പ്രതിരോധം എന്നിവയിൽ എല്ലാം ഇന്ത്യ കുതിക്കുന്നു. ചന്ദ്രയാനും മംഗൾയാനും ആദിത്യ L1 ഇവയുടെ നേർക്കാഴ്ചകളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. നാനാത്വത്തിന്റെ ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത. എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു. കൊലപാതകവും കൊള്ളിവെപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീധന മരണങ്ങളും തുടർക്കഥയാകുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒട്ടാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും സൈന്യവും കയ്യും മെയ്യും പറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ യുവാവിന് വേണ്ടി ഒരു നാടൊന്നാകെ ഒരുമിച്ചു ഭാരതത്തോടുള്ള സ്നേഹം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തിലേക്ക് കടന്നു വരട്ടെ. നമുക്ക് ഒത്തൊരുമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉന്നതയിലേക്ക് ചുവടുവെക്കാം. നേടിയ നേട്ടങ്ങൾ തുടരട്ടെ, 10 മടങ്ങായി. ഭാരതം ചൈത്രയാത്ര തുടരട്ടെ. ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കെതിരെയുമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിപ്പോൾ കേട്ടത് MSMHSS കല്ലിങ്ങപ്പറമ്പ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ഐസ ഫാത്തിമ PCയുടെ മലയാളം സ്പീച്ചാണ്. വളരെ മനോഹരമായിട്ട് തന്നെ ഐസ ഒരു പ്രസംഗം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഇൻഷാ അല്ലാ ഇനി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ അടുത്തതായിട്ട് ഷഹിൻഷാ ഷാമിൽ കെ AUP സ്കൂൾ ആനമങ്ങാട് 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മലയാളം സ്പീച്ച് ആയിട്ടുമാണ് ഈ ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. നമുക്ക് ഷഹിൻഷാ ഷാമിലിൻ്റെ പ്രസംഗം കേൾക്കാം. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. പാരതന്ത്ര്യം മാനികൾക്കു മൃതിയേക്കാൾ ഭയാനകം. ഏവർക്കും നമസ്കാരം. പലരും പലവരു പറഞ്ഞതാണ്. പറയും തോറും പഴകും തോറും വീര്യം കൂടുന്നതുമാണ്. അതെ, ഇന്ത്യൻ സ്വാതന്ത്ര്യം. 1947 ഓഗസ്റ്റ് 15 നൂറ്റാണ്ടുകളുടെ അന്ധകാരത്തെ ചീന്തിയെറിഞ്ഞ് ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ അടിവേരറുത്തുമാറ്റി കോടിക്കണക്കിനാളുകളുടെ യാതനകളും സമരതീക്ഷ്ണതകളും ആശകളും
പ്രതീക്ഷകളും ചേർത്തുവെച്ച് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഉണർന്നു. എത്ര മനോഹരം, എത്രമേൽ ഹൃദ്യം, എത്രമേൽ അനുഭൂതിദായകം. ഞാൻ ഉൾപ്പെടെയുള്ള പുതിയ തലമുറ സ്വാതന്ത്ര്യത്തെ പറ്റിയും സ്വാതന്ത്ര്യ ദിനത്തെ പറ്റിയും പഠിക്കുമ്പോൾ, ദാ ഇങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ഉദിക്കുകയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന കാവ്യവാക്യം പോലെ സ്ഫുരിക്കുകയാണ്. നൂറ്റാണ്ടുകളുടെ സമരോജ്വല പ്രവർത്തനങ്ങളും രക്തം ചിന്തിയ ധീരദേശാഭിമാനികളുടെ സ്മരണകളും ആ ദിനങ്ങളെ സ്മരിച്ച് ആ ധീരദേശാഭിമാനികൾക്ക് മുന്നിൽ അക്ഷരപുഷ്പങ്ങൾ അർപ്പിച്ചു വേണം ഓരോ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിക്കാൻ. മഹാത്മജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും കെ കേളപ്പനും തുടങ്ങിയ എത്രയോ ധീരദേശാഭിമാനികൾ പിറന്ന മണ്ണിനായി പോരാടിയതിന്റെ ഫലമാണ് ഇന്നത്തെ ഇന്ത്യ. കട്ടും കൊള്ളയടിച്ചു, പരിക്കേൽപ്പിച്ചു, കുത്തകവൽക്കരണങ്ങൾ നടത്തിയ ബ്രിട്ടീഷ് അധിനിവേശത്തെ തച്ചുടച്ചതിന്റെ ബാക്കി പത്രമാണ് ഇന്ത്യ. ആവോളം അത്രമേൽ അഭിമാനിക്കാം ഈ മണ്ണിൽ പിറന്നതിന്, ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പാടിയതിന്. അതെ, ഇന്ത്യ എന്റെ രാജ്യമാണ്, എന്റെ സ്വന്തം രാജ്യം. അഭിമാനത്തോടെയും ആവേശത്തോടെയും ഞാൻ ഉറക്കെ 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 വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യ എന്റെ രാജ്യം. ജയ് ഹിന്ദ്. മാഷാ അല്ലാ. 5ാം ക്ലാസ് UP സ്കൂൾ ആനമങ്ങാടിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹീൻ ഷാ ഷാമിലിൻ്റെ ഒരു മലയാളം പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഷഹീൻ ഷാ ഒരു നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പ്രസംഗം. 5ാം ക്ലാസ്സുകാരൻ്റെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ അതെ, മനോഹരമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായിരുന്നാലും പ്രാസംഗികർ വളരെ ഉഷാറായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഭാവിയിൽ നല്ല പ്രാസംഗികരായി ഇന്ത്യക്ക് വേണ്ടി, പുതിയ ഇന്ത്യക്ക് വേണ്ടി, ഇപ്പോഴുള്ള ഒരുപാട് വിമർശനങ്ങളുള്ള ഇന്ത്യയാണ്. ശരിക്കും ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെന്ന് പറയപ്പെടുമ്പോഴും ചില പുഴുക്കുത്തുകൾ ഇപ്പോഴും ഇന്ത്യയിൽ അവശേഷിക്കുന്നുണ്ട്. അതിനെതിരെ പോരാടുന്ന ശബ്ദങ്ങളായിട്ട് റേഡിയോയിൽ വരുന്ന ശബ്ദങ്ങൾ മാറട്ടെ. ഭാവിയിൽ അങ്ങനെയുള്ള ശബ്ദങ്ങളായിട്ട് വളരാൻ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഒരു പ്രസംഗവുമായി നമ്മോടൊപ്പം ആയിഷ ആസാദ് AP, 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഗിഫ്റ്റ് പബ്ലിക് സ്കൂൾ ഗൂഡല്ലൂർ, തമിഴ്നാട്ടിൽ നിന്നാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കുറേ എൻട്രികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ 2 കൂട്ടുകാർ നമ്മുടെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗിഫ്റ്റ് പബ്ലിക് സ്കൂളിൽ നിന്നും 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ ആസാദ് സംസാരം കേൾക്കാം. അതെ. Good morning everyone. Assalamu alaikum. First of all, I wish you all a very happy Independence Day. Today we have gathered here to celebrate one of the most important day for every Indian, our Independence Day. On this day, 15th August 1947, our country finally became free from British rule after nearly 200 years of struggle. This day is not just a holiday. It is a reminder of the sacrifice, courage and determination of our freedom fighters. When we talk about independence, the first thing that comes to mind is sacrifice. We are standing here under the open sky because countless brave souls fought for our freedom. Leaders like Mahatma Gandhi, Subhash Chandra Bose, Rani Lakshmi Bai and many others gave their sweat, tears and even their lives so that we can live in an independent nation. Independence is not just about freedom from foreign rule. It also means freedom to live with dignity, equality and self-respect. It gives us the right to education, to speak freely, to follow our dreams and most importantly, the responsibility to protect our country's pride. As students, we may think, what can we do for our country? Let me say, every step counts. By studying sincerely, by respecting our elders, following the rules, keeping our surroundings clean and helping those in need, we are building a stronger India.
Today, a tricolor flag flies high in the sky, reminding us for our duty to the nation. Let us promise that we will always respect our freedom, work hard for the progress of our country, and never forget the struggle of our heroes. On this day, let us all take a pledge. We will be responsible citizens. We will be contribute to our nation growth, and we will make India proud. Jai Hind. Thank you. മഷാ അല്ലാ. ഐഷ ആസാദ് AP ഗിഫ്റ്റ് പബ്ലിക് സ്കൂൾ ഗൂഡല്ലൂരിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നമ്മോടിപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് പ്രസംഗം നടത്തിയത്. വളരെ മനോഹരമായിട്ട് തന്നെ ഐഷ അത് അവതരിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഓരോ ഇന്ത്യക്കാരനും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും അതിൻ്റെ ഒരു നാനാത്വം മുറുകെ പിടിക്കുന്നതിൻ്റെയും ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രസംഗം പൂർത്തീകരിച്ചത്. ഓക്കെ, ഇൻഷാ അല്ലാ, രാജ്യം അതിൻ്റെ 79ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന വേളയിൽ പീസ് റേഡിയോ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് ഫ്രീഡം വിത്ത് പീസ് തുടരുന്നു. നമുക്ക് അടുത്തതായി നമ്മുടെ ഈ ഒരു പ്രസംഗ മത്സരത്തിൽ നമ്മോടൊപ്പം ചേരുന്നു ഇഹാൻ അബ്ദുൽ വഹാബ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹ, കുറച്ച് ദൂരം നിന്നാണ്. അതെ, ദോഹയിൽ നിന്ന്, ഖത്തർ അല്ലേ. ഇഹാൻ അബ്ദുൽ വഹാബിൻ്റെ ഒരു മലയാളം പ്രസംഗമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. കേട്ടിട്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് തിരിച്ചു വരാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇഹാൻ അബ്ദുൽ വഹാബ് ഖത്തറിൽ ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് പീസ് റേഡിയോയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മയും ചരിത്രവും പങ്കുവെക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിനാൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിന്റെ അണിയറ പ്രവർത്തകരോടും കടപ്പാട് അറിയിക്കുന്നു. സ്വാതന്ത്ര്യദിനം ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ഓർമ്മച്ചിറകാണ്. ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സ്വന്തം രാഷ്ട്രമെന്ന ആ മഹത്തായ സ്വപ്നത്തെ സമത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം നേടിയെടുത്ത ആ ഒരു ചരിത്രപാതയാണ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായപ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും മധുര സ്വപ്നം യാഥാർത്ഥ്യമായി. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ അതിജീവനത്തിന്റെ കഥയുണ്ട്. ഭഗത് സിംഗും ഗാന്ധിജിയും നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സേനാനികൾ അവരുടെ ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ചു. ഓരോ സമരവും, ഓരോ ഉപവാസവും, ഓരോ പ്രതിഷേധവും ഇതിന്റെ അടിത്തറയായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിൽ അവകാശങ്ങളുണ്ട്. സംസാര സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, വോട്ടവകാശം, ഇതെല്ലാം ആ പോരാട്ടത്തിന്റെ ഫലമാണ്. പക്ഷേ അവ മറന്നു പോകരുത്. സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷിക്കുമ്പോഴും അതിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇത് ഒരൊറ്റ ദിവസത്തെ ആഘോഷമല്ല, ഇത് ഓരോ ദിവസവും ജീവിക്കേണ്ട പ്രേരണയാണ്. സത്യവും നീതിയും സമത്വവും ഉള്ള ഇന്ത്യയെ നാം കൂടി സൃഷ്ടിക്കണം. പുതിയ തലമുറയ്ക്ക് ഈ വലിയ കഥകൾ പറയേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവസാനിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഓർക്കാം. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. ആ സ്വപ്നം വീണ്ടും പ്രഭയുള്ളതാക്കാൻ നമുക്ക് ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഐഷ ആസാദ് അല്ലേ? അല്ല, നമ്മുടെ ഇഹാൻ അബ്ദുൽ വഹാബ്. യെസ്, സോറി. ഖത്തറിൽ നിന്ന് ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ദോഹയിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി ഇഹാൻ അബ്ദുൽ വഹാബാണ് നമ്മുടെ ഈ ഒരു പ്രസംഗം പൂർത്തിയാക്കിയത്. ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചു. മാഷാ അല്ലാ. ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്താ വെച്ചാൽ, ഇതൊരു പ്രസംഗ മത്സരമാണല്ലോ. ആർക്ക് നമ്മൾ പ്ലേസ് കൊടുക്കും എന്നുള്ളതാണ് ശരിക്കും. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കൺഫ്യൂഷൻ. കാരണം എല്ലാവരുടെ കണ്ടന്റുകളും ഒന്നിനൊന്ന് മെച്ചം. സംസാരങ്ങൾ അവരുടെ പ്രായത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ടത് അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ജഡ്ജ്മെന്റ് കുറച്ച് പ്രയാസം തന്നെ ആയിരിക്കും. ഇഞ്ചോടിഞ്ച് പോരാട്ടാണെന്ന് പറയാം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു എന്ന് വെച്ചാൽ, ഇത് ഔട്ട് ചെയ്യാതെ ആർക്കെങ്കിലുമൊക്കെ വല്ല പ്ലേസ് കൊടുത്ത് രക്ഷപ്പെടാമായിരുന്നു. ഇതിപ്പോൾ എല്ലാം ശ്രോതാക്കൾ കേൾക്കുകയാണ്, അവർ ജഡ്ജ്മെന്റ് നടത്തുകയാണ്. ഇതിൽ നിന്ന് നമ്മളെങ്ങനെ കൊടുക്കും എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ മുമ്പിലുണ്ട്. ആർക്ക് നമ്മൾ 1, 2, 3 സ്ഥാനങ്ങൾ കൊടുക്കും എന്നുള്ളതാണ്. ഏതായിരുന്നാലും
ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാ ഇനിയും കൂട്ടുകാർ മുന്നോട്ട് വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 79ാമത് സ്വാതന്ത്ര്യദിനം എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുന്നു. ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.